Okay, good evening. All of you mark your attendance. Please mark your attendance. Okay. Next, നമുക്ക് എന്ത് ചെയ്യാം? കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കുറച്ച് അക്ഷരങ്ങളുണ്ട്, നമുക്കൊന്ന് ഓർക്കണ്ടേ? ഓർമ്മയുണ്ടോ നോക്കണ്ടേ? ഓക്കെ, ഫസ്റ്റ് വൺ ക. ക എന്ന ഒരു അക്ഷരം എഴുതി എല്ലാവരും സ്ലേറ്റ് എടുത്തിട്ട് ക. ക, ഖ, ഗ, ഖ, ങ. ഇത്രയും അക്ഷരങ്ങളായിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ, കഴിഞ്ഞ ദിവസം, ഒരു ദിവസമല്ല കുറച്ച് ദിവസങ്ങളിലായി പഠിച്ചത് അല്ലെ? അപ്പോ കവർഗങ്ങളായിരുന്നു നമ്മൾ പഠിച്ചത്. വ്യഞ്ജനാക്ഷരങ്ങളിൽ കവർഗങ്ങൾ ക, ഖ, ഗ, ഖ, ങ അല്ലെ? ഓക്കെ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. Good evening. Okay, good evening. All of you take your textbook, take your slate. Slate and pencil. Take. എന്നിട്ട് നമുക്ക് ഫസ്റ്റ് എന്ത് ചെയ്യാം? വ്യഞ്ജനാക്ഷരങ്ങളില് ക, ഖ, ഗ, ഖ, ങ. ഓക്കെ സായക്, വെരി ഗുഡ്, വെരി ഗുഡ്. ഹർഷാൽ, വെരി ഗുഡ്. അപ്പൊ നമ്മൾ 5 അക്ഷരങ്ങൾ പഠിച്ചിട്ടുണ്ട്. ക, ഖ, ഗ, ഖ, ങ അല്ലേ? ക കരടി, ഖ നഖം, ഗ ഗദ, ഘടികാരം, ങ തേങ്ങ അല്ലേ? അപ്പൊ 5 കവർഗങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ 2 പേര് നന്നായി എഴുതിയിട്ടുണ്ട്. കാക്ക കക്ക. ഓക്കെ, നെക്സ്റ്റ് ആർക്കറിയാം എഴുതാൻ? കാക്ക ഗക്ക. ധന്ദേവേ, ഇന്നലെ ക്ലാസ്സിൽ ഉണ്ടായതുകൊണ്ട് പഠിച്ചില്ല. മാനവ് പഠിച്ചിട്ടുണ്ടല്ലേ മാനവേ? ആഹാ, വെരി ഗുഡ്. നെക്സ്റ്റ് ഫാത്തിമ എം എഴുതിയിട്ടുണ്ട് നന്നായിട്ട്, വെരി ഗുഡ്. ഇനി ആരാ പഠിച്ചേ? ഇനിയിപ്പൊ എഴുതാത്തുള്ളത് ദിയ എഴുതിയില്ല. ധന്ദേവ് പഠിച്ചോ? വെരി ഗുഡ്. ഓക്കെ, നെക്സ്റ്റ് ദിയ. ദിയ കാണുന്നില്ല മോളെ അത്. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് സയാൻ, വെരി ഗുഡ് സയാൻ. ഓക്കെ, വെരി ഗുഡ്. ഇനി റിഷാൻ. ഇഷിത, ആഫിയ എഴുതിയേ? റിഷാനും ഇഷിതയും ആഫിയും. ഇഷിത, നമ്മൾ വ്യഞ്ജനാക്ഷരങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ചതാണ് ഇപ്പൊ എഴുതുന്നത്. അതിൽ കവർഗങ്ങൾ ക, ഖ, ഗ, ഖ, ങ എഴുതി കാണിച്ചേ. വെരി ഗുഡ് റിഷാൻ. റിഷാനും എഴുതി. ഇനി ആഫിയുണ്ട്, ഇഷിതയുണ്ട്, നിഹാരിയുണ്ട്, നിഹാലുണ്ട് എഴുതാതെ. ഓക്കെ, അപ്പൊ നിങ്ങൾ അക്ഷരങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ക കരടി, നെക്സ്റ്റ് ഖ നഖം, അടുത്ത ഗ ഗദ, ഖ ഘടികാരം, ങ തേങ്ങ. ഈ 5 അക്ഷരങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? തത്തമ്മേ പൂച്ച പൂച്ച എന്നൊരു പാട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. അറിയോ എല്ലാവർക്കും? ആരാ ഒന്ന് പാടുന്നത്? തത്തമ്മേ പൂച്ച പൂച്ച. ഫാത്തിമ, വെരി ഗുഡ്. നല്ല നീറ്റിൽ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ആർക്കറിയാം ആ റൈമ്? ആർക്കും പാടണ്ടേ? ആരാ ഇന്ന് പാടുന്നത്? ആർക്കും പാടാനറിയില്ലേ?
ഹർഷാലിനെ അറിയോ? ഓക്കെ ഹർഷാൽ, എന്നാ പാടിക്കോ ഹർഷാൽ. നടന്നു കൊത്തിയെടുത്തു വിത്തെല്ലാം തമ്മിൽ പൂച്ച വരുന്നു അയ്യോ തത്തെ പാടിക്കോ കൊത്തിയ കളിലും ചുണ്ടിലെടുത്ത് തത്ത നടന്നു പാടവട. ഓക്കെ. ഇപ്പൊ തത്തമ്മേ പൂച്ച പൂച്ച എന്നൊരു പാട്ട് നമ്മൾ ഇന്നലെ പഠിച്ചു അല്ലെ? എന്താണ്? തത്തി തത്തി തത്ത നടന്നു കൊത്തിയെടുത്തു വിത്തെല്ലാം പമ്മി പമ്മി പൂച്ച വരുന്നു അയ്യോ തത്തേ പാറിക്കോ കൊത്തിയ കതിരും ചുണ്ടിലെടുത്ത് തത്ത പറന്നു പറ 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 അല്ലേ? നെക്സ്റ്റ് നമ്മൾ രണ്ടാമത്തെ എന്താ പഠിച്ചത്? കീരി കീരി കിണ്ണന്ത അല്ലേ? കീരി കീരി കിണ്ണന്ത കിണ്ണത്തിലിട്ട് കിലുക്കിത്ത കല്ലും മണ്ണും പോക്കിത്ത കല്ലായി പാലം കടത്തിത്ത. പഠിച്ചോ? കീരി കീരി കിണ്ണന്ത കിണ്ണത്തിലിട്ട് കുലുക്കിത്ത കല്ലും മണ്ണും പോക്കിത്ത കല്ലായി പാലം കടത്തിത്ത. അറിയോ പാടാൻ? ആർക്കെങ്കിലും പാടണോ? സായക്കിന് പാടണോ? സായ പാടിക്കോ, മിസ് കൂടെ പാടിക്കോ. കിണ്ണത്തിലിട്ട് കുലുക്കിത്ത കല്ലും മണ്ണും കല്ലായി പാലം കടത്തിത്ത. ഓക്കെ, വെരി ഗുഡ്. ചിരി വരും കീരിയുടെ പാട്ട് എടുക്കുമ്പോ. പിന്നെ നെക്സ്റ്റ് ആർക്കാ പാടണ്ടേ? ആർക്കും പാടണ്ടേ? കീരി കീരി നില്ലേ? കീരി കീരി കിണ്ണന്ത കിണ്ണത്തിലിട്ട് കിലുക്കിത്ത കല്ലും മണ്ണും പോക്കിത്ത കല്ലായി പാലം കടത്തിത്ത. ആർക്ക് പാടണം? കൈപൊക്കി വേഗം, അല്ലെങ്കിൽ അടുത്ത ചായ എന്ന അക്ഷരത്തിലേക്ക്. ഫാത്തിമായ, വെരി ഗുഡ്. കീരി കീരി കിണ്ണന്ത കല്ലായി കിണ്ണത്തിലിട്ട് കിലുക്കിത്ത കല്ലായി പാലം കടത്തിത്ത കല്ലും മണ്ണും പൊക്കിത്ത കല്ലായി പാലം കടത്തിത്ത. കല്ലായി പാലം കടത്തിത്ത കടത്തിത്ത. ഓക്കെ ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് ആരാ പാടുന്നേ? ദിയ. ദിയ, ഓക്കെ, വെരി ഗുഡ്. ദിയ, ദിയ പാടിയ. ദിയ. കീരി കീരി കിണ്ണന്ത കിണ്ണത്തിലിട്ട് കിലുക്കിത്ത കല്ലും മണ്ണും പൊക്കിത്ത കല്ലായി പാലം കടത്തിത്ത. വെരി ഗുഡ്. നെക്സ്റ്റ് ആരാ പാടുന്നേ? വേഗം പറയണേ പാടണമെങ്കിൽ. ആഫിയ, വെരി ഗുഡ്. ആഫിയ പാടിക്കോ. ആഫിയ. ആഫിയ, ഓക്കെ. കീരി കീരി കിണ്ണന്ത കിണ്ണത്തിലിട്ട് കിലുക്കിത്ത ഇട്ട് കിലുക്കിത്ത കല്ലും മണ്ണും പൊക്കിത്ത കല്ലായി പാലം കടത്തിത്ത.
ഓക്കെ വെരി ഗുഡ്. നെക്സ്റ്റ് ആർക്കെങ്കിലും പാടണമെങ്കിൽ വേഗം പറയണേ. പാടണ്ട? ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ്സിലേക്ക് എല്ലാരും പഠിച്ചിട്ട് വരണേ. റിഷാൻ പാടുന്നുണ്ടെന്ന് തോന്നല്ലോ റിഷാൻ. ഓക്കെ, ആ പാടിക്കോ റിഷാൻ. കിരി കിരി കിണ്ണണ്ട കിണ്ണത്തിലിട്ട് കുളിക്കിട്ട കല്ലും കല്ലായിപ്പാലം. വെരി ഗുഡ്. നെക്സ്റ്റ് ഹർഷാലിന് പാടണോ? ഹർഷാലെ ആ പഠിക്കും. പഠിക്കോ? കിണ്ണണ്ട കിണ്ണത്തിലിട്ട് കിളിക്കിട്ട കല്ലും മണ്ണും പൊക്കിട്ട കല്ലായി പാലം കടത്തിട്ട. വെരി ഗുഡ്. നെക്സ്റ്റ് ആരാ പാടുന്നേ? മാനവ് പാടുന്നു. മാനവേ കക്ക കക്ക നല്ല സൂപ്പറായിട്ട് സായൊക്കെ എഴുതുന്നുണ്ട്. മാനവേ പടം കിട്ടോ? എന്നിട്ട് ഇത് നോക്ക്. കീരി കീരി കിണ്ണം താ കിണ്ണം താ കിണ്ണത്തിലിട്ട് കിലുക്കിത്താ. പാടുന്നില്ലേ മാനവേ? മാനവിന് വയ്യ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ചായ. ഇനി പാടാനുള്ളവരൊന്നും കൈവക്കുന്നില്ല, അതുകൊണ്ട് മിസാരി പഠിപ്പിക്കുന്നില്ലേ. ഇനി നെക്സ്റ്റ് പേജ് നോക്കിയേ. അടുത്ത പേജ് വായിക്കാം എഴുതാം എന്നുള്ളതില് നെക്സ്റ്റ് ചായ എന്ന ലെറ്റർ നമുക്ക് പഠിക്കാനുള്ളത്. ചായ എന്ന അക്ഷരമാണ് നമുക്ക് പഠിക്കാനുള്ളത് അല്ലേ. ച ചിരവ അല്ലെ. ച ചിരവ. ചാക്ക് ഈ എന്ന ചിഹ്നൂട്ടിട്ടുണ്ട്, അപ്പൊ ചി അല്ലെ. രവ ചിരവ. വായിക്കുമ്പോ നോക്കണം മക്കളെ, ചിഹ്നങ്ങൾ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചിട്ട് വായിക്കണം. ചിരവ അല്ലെ. ആ ചിരവ എന്നുള്ള ഡോട്ടെല്ലാം മക്കള് കംപ്ലീറ്റ് ചെയ്യണേ. അപ്പൊ ഇപ്പൊ നമുക്ക് ച എന്ന അക്ഷരമാണ് ഇന്നിപ്പൊ പഠിക്കാനുള്ളത് അല്ലെ. ച. അപ്പൊ ഫസ്റ്റ് മിസ് ഒന്ന് മുഴുവനും വായിക്കുന്നുണ്ട്. ച ചിരവ, ച ഛായ. കണ്ടോ? ഛായ, മുഖച്ഛായ കണ്ണാടിയിൽ നോക്കുന്നുണ്ടോ? ഛായ. നെക്സ്റ്റ് ജ ജനൽ അല്ലെ. ജനൽ, വിൻഡോ. നെക്സ്റ്റ് ഛ ചഷം. ചഷം മീൻസ് എന്താ? ഫിഷ്. ചഷം അല്ലെ. ചഷം എന്താ പറയുക? ചഷം, ഫിഷിന അല്ലെ. നെക്സ്റ്റ് ഞാറ്. ഞാറ് നിങ്ങൾക്കറിയോ? ഞാറ് ഈ വയലെല്ലാം ഉണ്ടാവുമല്ലോ ഞാറ്, കണ്ടിട്ടുണ്ടോ? ഞാറ് എന്താ വായിക്കുക? ഞാറ്. അപ്പോ ച ചിരവ, ഛ ഛായ, ജ ജനൽ, ഛ ചഷം, ഞാറ്. അപ്പൊ നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത് ചവർഗങ്ങളാണ്. ച ഛ ജ ഛ ഞ അല്ലെ. നമുക്ക് ആദ്യം ഫസ്റ്റ് വൺ ച പഠിക്കാം. ഓക്കെ, എല്ലാരും ശ്രദ്ധിക്കുക കേട്ടോ. ച എന്ന അക്ഷരമാണ് നമുക്ക് എഴുതേണ്ടത്. എങ്ങനെ എഴുതണം നോക്കാലോ നമുക്ക് അല്ലേ. ഓക്കെ, ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങോട്ട് കൊണ്ടുപോകണം. എന്നിട്ട് അതേ ലൈനിൽ ഇങ്ങനെ വരണം. എന്നിട്ടോ മുകളിൽ നമ്മൾ പണ്ട് പായൽ എഴുതിയ പോലെ എടുക്കേണ്ടത് ഇങ്ങോട്ട് എടുക്കണം. ച എന്താ പറയുക? ച അല്ലേ. രണ്ടല്ലേ ഇതുപോലെ എടുത്തോ അല്ലേ. ടു ഇങ്ങനെ എടുത്തോ. ഓക്കെ, കിട്ടിയോ മക്കളെ? ഇതിങ്ങനെ കുറച്ച് മുമ്പിലേക്ക് എടുത്തിട്ട് അതേ ലൈനിൽ എടുത്തിട്ട് മുകളിലോട്ട്.
എഴുതി നോക്കിയ മക്കള് ച എന്താണ് എന്താ പേര് പറഞ്ഞോണ്ട് എഴുതിയേ റൈറ്റ് ച ച ചാച്ചിരവ എന്നുള്ള ച അല്ലേ ച ഓക്കെ ഇങ്ങനെ എടുത്ത് ഇതേ ലൈനിലേക്ക് കൂടി ഇങ്ങനെ കൊണ്ടുവന്ന് മുകളിലോട്ട് പഠിച്ചോ മക്കളെ കൊറേ പ്രാവശ്യം എഴുതിയേ ഒരു പ്രാവശ്യം എഴുതിയ ഓർമ്മ ഉണ്ടാവില്ല അല്ലെ കൊറേ പ്രാവശ്യം എഴുതിയേ ഓക്കെ വെരി ഗുഡ് ഹർഷാൻ എഴുതിയിട്ടുണ്ട് ആരൊക്കെ എഴുതിയേ എല്ലാവരും എഴുതിയോ അപ്പൊ ച എന്ന അക്ഷരമാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത് അപ്പൊ എല്ലാ മക്കളും എഴുതിയോ നോക്കട്ടെ ഓക്കെ ഹാഫി എഴുതിയിട്ടുണ്ട് വെരി ഗുഡ് അടുത്തത് മാനവ് ഓക്കെ വെരി ഗുഡ് മാനവ് ഫാത്തിമ വെരി ഗുഡ് ധൻദേവ് ച എഴുതിയിട്ടുണ്ട് കുറെ പ്രാവശ്യം എഴുതുന്നത് ധൻദേവേ കാക്ക കാക്ക ഇങ്ങനെ എഴുതുമ്പോ മോൻ ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ല പഠിച്ചിട്ടുണ്ടല്ലോ ഏതായാലും ഓ ഓക്കെ ഇനി സയാൻ എഴുതിയിട്ടുണ്ട് നിഹാര എഴുതിയിട്ടുണ്ട് നിഹാല എഴുതിയത് നിഹാരിയമ്മ അടുത്തത് ദിയ എഴുതിയിട്ടുണ്ട് വെരി ഗുഡ് റിഷാൻ എഴുതിയോ മോനെ അതിന്റെ മുകളിൽ എഴുതിയ കുറെ പ്രാവശ്യം മോൻ നിഹാരി വരി നിഹാരി വരും പഠിച്ചു എല്ലാവരും സ്വന്തമായിട്ട് എഴുതണേ ഓക്കെ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ എഴുതിയാൽ മതി കേട്ടോ നമുക്ക് പഠിക്കാം അല്ലേ ഓക്കെ പഠിച്ചു എല്ലാവരും ഇങ്ങനെ എഴുതിയത് നമ്മള് ഇങ്ങനെ എടുത്ത് ഇതിലേ കൊണ്ടുപോയി ഇതേ ലൈനിൽ കൊണ്ടുപോയി മുകളിൽ അല്ലേ ഇങ്ങനെ എടുത്തു ഇതേ ലൈനിൽ നേരെ കൊണ്ടുപോയി മുകളിൽ ഓക്കെ ചിരവ അല്ലെ ചിരവ ചിരവ ഡോട്ടൊക്കെ കംപ്ലീറ്റ് ചെയ്യണേ പിന്നീട് ചെയ്താൽ മതി ഇപ്പല്ല നെക്സ്റ്റ് ആണ് നമുക്ക് പഠിക്കാനുള്ളത് ചായ എന്നുള്ള ച അല്ലെ ചായ അപ്പൊ എങ്ങനെയാന്ന് നോക്കിയാ ഇതേ ച എഴുതിയിട്ട് എന്ത് ചെയ്യണം ഇതുപോലെ ച എഴുതുക എന്നിട്ട് ഇതുപോലെ ഇപ്പൊ നമ്മൾ എഴുതി ച അല്ലേ എന്നിട്ട് എന്ത് ചെയ്യണം എന്നറിയോ ഇവിടുന്ന് രാ എഴുതണ്ട ഇതിന്റെ മുകളിൽ ഇതുപോലെ ചായ എന്നല്ല അപ്പൊ ചായ എഴുതി നമ്മൾ എന്ത് ചെയ്തു ചായ എഴുതി ഇങ്ങനെ എഴുതണം എന്താ പറയാ എഴുതിയോ വെരി ഗുഡ് ഓക്കെ ഇങ്ങനെ എടുത്തു ഇങ്ങനെ എടുത്തു ഇങ്ങനെ എടുത്തു ഇങ്ങനെ ചായ എഴുതിയോ വെരി ഗുഡ് ഹർഷാൻ എഴുതിയോ എല്ലാവരും കിട്ടുന്നുണ്ടോ ഓക്കെ പറഞ്ഞോണ്ട് എഴുതിയ മക്കളെ ചിരവ ചായ ഓക്കെ എന്നുള്ള അക്ഷരം നമ്മൾ പഠിച്ചു പഠിച്ചു നെക്സ്റ്റ് ചായ എന്നുള്ള പഠിച്ചു എഴുതിയോ ഫാത്തിമ ഒക്കെ ഒറ്റ പ്രാവശ്യം എഴുതിയുള്ളൂ കുറെ പ്രാവശ്യം എഴുതിയേ ഓക്കെ ചായ മാനവ എഴുതിയല്ലേ കുറെ പ്രാവശ്യം എഴുതി മാനവ അടുത്തത് ആരാ എഴുതിയേ ഇവിടെ സയാൻ എഴുതിയിട്ടുണ്ട് നെക്സ്റ്റ് എല്ലാവരും എഴുതിക്കൊണ്ടിരിക്കണേ ഇഷിത എഴുതിയോ ഇഷിത കാക്ക ഗഖ പഠിച്ചോ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു കാക്ക ഗഖ നമ്മൾ എല്ലാ ദിവസവും കേറിയാലേ പഠിക്കാൻ പറ്റുവേ ഓക്കെ വെരി ഗുഡ് സായൻ ഓക്കെ റിഷാൻ എഴുതിയ മോനെ കുറെ പ്രാവശ്യം ദിയാ ധൻദേവ് എഴുതിയിട്ടുണ്ട് വെരി ഗുഡ് ഓക്കെ
ഇനി ച പഠിച്ചോ എല്ലാവരും? നല്ല മുമ്പോട്ട് പോകാൻ പറ്റൂ? ആ ദിയ, വെരി ഗുഡ്. പഠിച്ചോ? കാണാതെ എഴുതി നോക്കിയെന്ന്. ചായും ചായും രണ്ടും ഒന്ന് എഴുതി നോക്കിയേ. ആ വെരി ഗുഡ്. ച ച. അപ്പൊ ച ചിരവ, ച ചായ. സേ ആൻഡ് റൈറ്റ്. പറഞ്ഞോണ്ട് എഴുതിയേ. നല്ല പോലെ വായി തുറന്ന് പറഞ്ഞേ, എന്നാലേ അല്ലെങ്കിൽ മറന്നു പോവും. അക്ഷരം മാത്രമേ അറിയുള്ളൂ, പിന്നെ അതിന്റെ പേരറിയില്ല. ഓക്കെ, വെരി ഗുഡ് നിഹാൽ. വെരി ഗുഡ്. ഫാത്തിമ വെരി ഗുഡ്. കുറെ പ്രാവശ്യം എഴുതിയിപ്പോ. ഇവിടെ ദിയ എഴുതിയിട്ടുണ്ട്. ആഫിയ എഴുതി മോളെ. ഇഷിതക്കുട്ടി ഒന്ന് എഴുതി കാണിച്ചേ. റിഷാൻ എഴുതിയ മോനെ. ഓക്കെ, പഠിച്ചോ എല്ലാവരും? അടുത്ത അക്ഷരം പഠിപ്പിക്കട്ടെ മിസ്? അല്ല, എല്ലാം കൂടെ കൺഫ്യൂഷൻ ആവുമോ? ച ച. നമ്മൾ രണ്ടക്ഷരം ഇപ്പൊ പഠിച്ചു. ആ ദിയ പഠിച്ചു. ഓക്കെ, ഉള്ളിൽ കൂട്ടുക. വെരി ഗുഡ്. റിഷാൻ എഴുതി. സയാൻ എഴുതുമോനെ? കുറെ പ്രാവശ്യം എഴുതിയേ. പറഞ്ഞോണ്ട് എഴുതി. ഹർഷാൻ എഴുതി. പറഞ്ഞോണ്ട് എഴുതണേ. നെക്സ്റ്റ് നമുക്ക് ഏതാ പഠിക്കേണ്ട നേരം? ജ അല്ലേ? ജ. അടുത്തത് ജ. എങ്ങനെ എഴുതണ്ടേ നോക്കിയേ. നമ്മള് സ്വരാക്ഷരങ്ങളിൽ ഇ എഴുതിയിട്ടുണ്ട് അല്ലെ? ഇ എന്ന അക്ഷരം. ഇ എന്ന അക്ഷരം. ഓക്കെ, ഇ എന്ന അക്ഷരം എല്ലാവർക്കും ഓർമ്മയില്ലേ? ആ, അതിന് ഇങ്ങനെ കൂട്ടിയാൽ മതി. അപ്പൊ ജായ. എങ്ങനെ ഇ എഴുതി? നമ്മള് ഇങ്ങനെ എഴുതിയിട്ട് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെയല്ല ഈ എന്ത് ചെയ്യണം? അതിന് കുറച്ചുകൂടെ മുമ്പേ ആക്കണം, എന്നാലേ കാണാൻ ഭംഗിയുണ്ടാവൂലേ. ഓക്കെ സയാൻ, വെരി ഗുഡ് സയാൻ. ദാ ഈ ഇത്രപ്പര ആവുമ്പോ തന്നെ എടുക്കുക. എന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ വളച്ചിട്ട് ഇങ്ങനെ ജ. ഓക്കെ, പഠിച്ച? ഈ എന്ന അക്ഷരം എഴുതുക. ഈ എന്ന അക്ഷരം എഴുതിയിട്ട് ഇങ്ങനെ എഴുതിയിട്ട് ഇവിടെ എത്തുമ്പോ എന്ത് ചെയ്യാ? വളച്ചിട്ട് ഇങ്ങനെ എഴുതുക. ജ. ഒക്കെ പഠിച്ച? ബുദ്ധിമുട്ടുണ്ടാവോ? ജയാൻ ഇതിനൊക്കെ കളിക്കുന്നുണ്ട് അല്ലേ ജയാനെ? വേഗം എഴുതിക്കോ, എഴുതിക്കൊണ്ടിരിക്കും. ഈ അല്ല ജ. ജ ജനൽ. ജ ജനൽ. പറഞ്ഞോണ്ട് എഴുതി. ജ ജനൽ. ജനൽ നോക്കുമ്പോ നിങ്ങൾക്ക് ആ ജ എന്ന അക്ഷരം കിട്ടും. അപ്പൊ ച ചിരവ, ച ചായ, ജ ജനൽ. ഏത് പഠിച്ചോ? ജനൽ. ജ പഠിച്ചോ നിങ്ങള്? പറഞ്ഞോണ്ട് എഴുതിയേ ജാന്ന്. ആ വെരി ഗുഡ് സയക്. ഓക്കെ, നെക്സ്റ്റ് ദന്റെ. വെരി ഗുഡ്. അടുത്ത ഹർഷാൻ. വെരി ഗുഡ്. പജ്ജ. ആ വളച്ചോ ദിയ, വളച്ചോ. ആ അടിയിലോട്ട്, അടിയിലോട്ട് വളച്ചിട്ട് അവിടെ കൂട്ട്. ആ അത് കുറച്ചും കൂടെ ഭംഗിയില് മേലിനെ എഴുതിയാ മതി. ആ സയാൻ വെരി ഗുഡ്. ഒന്നുകൂടി വൃത്തിയിൽ എഴുതിയേ സയാനെ. കൊറേ സമയം ഒന്നുകൂടെ എന്തേ എഴുതിയ മോനെ? നല്ല മോനായിട്ട് എഴുത്. ആ റിഷാൻ വെരി ഗുഡ്. ഫുള്ളും പോയാ? എന്നാ പോയത്? ഫാത്തിമ എഴുതിയോ? ഇഷിത, നിഹാര, നിഹാൽ, ആഫിയ, ഇഷിത എഴുതി കാണിച്ചു തന്നെ. ഓക്കെ മാന, വെരി ഗുഡ്.
മനവ് വേഗം എഴുതുന്നുണ്ടല്ലേ അക്ഷരങ്ങൾ എല്ലാം മലയാളം അറിയില്ലെങ്കിലും എഴുതാൻ പഠിച്ചു മനവേ മാനവിനിപ്പം മലയാളം നല്ലപോലെ അറിയോ മനവേ ഓക്കെ വെരി ഗുഡ് പാട്ട് പാടാനേ വിഷമമില്ലു അല്ലേ മിസ്സേ അങ്ങനെയാ പറയുന്നത് ഓക്കെ നെക്സ്റ്റ് നമുക്ക് ജാ പഠിച്ചു എല്ലാവരും അപ്പൊ നമുക്ക് ഒന്നുകൂടി മുഴുവൻ എഴുതണേ ആദ്യം മുതലുള്ളത് ഏത് ഛ ഛ ജ അപ്പൊ ഫസ്റ്റ് മുതൽ എഴുതണ്ടേ ആ മൂന്ന് ഒന്നിച്ച് എഴുതി വെച്ചേ മക്കളെ ഓക്കെ ജ അപ്പൊ ഇത് മൂന്നും കൂടി നമ്മൾ എഴുതുന്നേ ഇത് കളഞ്ഞിട്ട് ആരാ വൃത്തി എഴുതി നോക്കട്ടെ ഫസ്റ്റ് മുതൽ എല്ലാം കളഞ്ഞിട്ട് നമ്മൾ എഴുതുന്നു ഇന്ന് പഠിച്ച കാര്യങ്ങൾ ച ഞാൻ നോക്കട്ടെ ആരാ ഞാനാണോ ഫസ്റ്റ് ആവോ നിങ്ങളാണോ നോക്കട്ടെ ച ജ വേഗം എഴുതണം ഇച്ചിരി തോൽപ്പിക്കണം ഇതാ ഞാൻ എഴുതി കഴിഞ്ഞു അയ്യോ നിങ്ങൾ തോറ്റു എഴുതിയോ ആരൊക്കെ എഴുതി കഴിഞ്ഞു ചാച്ചതയോ ഹർഷാലിൽ എഴുതി കഴിഞ്ഞു എന്നെ തോൽപ്പിച്ചല്ലേ നീ ഓക്കെ വെരി ഗുഡ് ഇനി ആരൊക്കെ എഴുതി കഴിഞ്ഞില്ല മോളെ തെറ്റി ആ ഡിയിലോട്ടാ വേണ്ടേ ഡിയ എഴുതിയിട്ട് കുറച്ച് വളച്ച് താഴോട്ട് ഓക്കെ ആ റിഷാൻ വെരി ഗുഡ് മാനവ് വെരി ഗുഡ് നന്ദേ വെരി ഗുഡ് ഓക്കെ ആഫിയ വെരി ഗുഡ് നിഹാര വേഗം എഴുതി നിഹാൽ റിഷാൻ വേഗം എഴുതി എല്ലാവരും ആ ഇവിടെ ഫാത്തിമ എഴുതിയിട്ടുണ്ട് ചാ ചാ രണ്ടാമത്തെ ചായ ഒന്ന് വൃത്തി എഴുതിയേ ഇനി നമുക്ക് നാലാമത്തത് ചഷം എന്നുള്ളതാണ് അല്ലെ ഫിഷ് ആ വെരി ഗുഡ് സായക് ഇനി അടുത്ത നമുക്ക് എഴുതുന്നേതാ ഫിഷിൻ്റെത് അല്ലെ എന്താണ് ചഷം അതാ പറയാ ഫിഷിനാ ഛ അല്ലേ അപ്പൊ എങ്ങനെയാ ച ച കുറച്ച് കടുപ്പിൽ പറയണം അടുത്ത ജ സിമ്പിൾ ആയി പറയാ ഛ ചഷം അല്ലേ അപ്പൊ നാലാമത്തെ ച എങ്ങനെ എഴുതുക നോക്കാം നമ്മളെ വിഷമിപ്പിക്കുന്ന സാധനം തോന്നുന്നു അല്ലേ ഓക്കെ നമുക്ക് നോക്കാം അല്ലേ താ എഴുതി നമ്മുടെ താ പഠിച്ചിട്ടുണ്ട് അല്ലേ ഓർമ്മയില്ല നിങ്ങൾക്ക് താ ഈ താ നിങ്ങൾക്കറിയില്ലേ ഓക്കെ എന്നിട്ട് എന്ത് ചെയ്യണം ഇങ്ങനെ ഇങ്ങനെ ഓക്കെ ഇതാണ് ച എങ്ങനെയാ നോക്കിയേ താ നമ്മൾ പഠിച്ചിട്ടുണ്ട് താ എന്നിട്ടോ ഇവിടുന്ന് ഇങ്ങനെ വളച്ചു ഇവിടുന്നും വളച്ചു ഇതാണ് ച ഛഷം എന്നുള്ള നാലാമത്തെ ചവർഗങ്ങളിലെ നാലാമത്തെ അക്ഷരം അപ്പൊ ഫസ്റ്റ് വൺ ച ഛ ജ ഛ ഒക്കെ ഒന്നുകൂടെ എഴുതാം നമുക്ക് നോക്കിയേ താ താ എഴുതി സോറി താ എഴുതുക സ്ഥലമില്ല ദി അവിടെ എഴുതി ഇവിടെ ചെറുങ്ങനെ കുറച്ച് താ എഴുത് വളർത്തി മേലോട്ട് ഒന്നുണ്ട് താഴേക്ക് ഒറ്റ മേലും വെരി ഗുഡ് ഓക്കെ എഴുതി പഠിച്ചോ വെരി ഗുഡ് ഒന്നും കൂടി എഴുതി നോക്കിയേ കൊറേ പ്രാവശ്യം എഴുതി നോക്കിയേ ഇതാ ഞാൻ പഠിക്കാത്തോണ്ട് ഞാൻ കൊറേ പ്രാവശ്യം എഴുതുന്നല്ല എഴുതി കൊറേ പ്രാവശ്യം ആ വെരി ഗുഡ് മാനവ് പിന്നെ ആരാ എഴുതി ഇവിടെ സയാൻ എഴുതിയിട്ടുണ്ട് വെരി ഗുഡ് അടുത്ത ആരാ എഴുതി നോക്കട്ടെ ദിയ എഴുതി റീനെ ദന്തേവ് എഴുതിയിട്ടുണ്ട് കൊറേ എഴുതി നല്ല ഇനി നിഹാലും എഴുതിയോ കൃഷാൻ സായക് ഹർഷാൽ എഴുതി ഓക്കെ വെരി ഗുഡ് ഇഷിതയൊന്നും ഞാൻ എഴുതിയത് കണ്ടില്ല ഒന്ന് കാണിച്ചു തന്നെ മിസ്സിനെ ഇഷിത ആ സ്ലൈറ്റ് ഒന്ന് കാണിച്ചു തന്നെ ആഫിയ വീഡിയോ ഓൺ ചെയ്തേ ബുക്കിലാണ് എഴുതിയത് ഇപ്പൊ കാണുകയും ചെയ്യില്ല മോളെ ആ എഴുതിയിട്ടില്ല ഓക്കെ ആഫിയ എഴുതിയോ മോളെ
ഒന്നുകൂടി ഇതാ ഞാൻ എഴുതുന്നേ. ഓക്കെ, വെരി ഗുഡ് ഇഷിത. എഴുതിയോ എല്ലാവരും? അപ്പൊ നമ്മുടെ നാലാമത്തെ ചഷം എന്നുള്ള ചാ പഠിച്ചു അല്ലെ? ചഷം എന്ന വേർഡിന്റെ ഫസ്റ്റ് ലെറ്റർ നമ്മൾ പഠിച്ചു അല്ലെ? ചഷം എന്നുള്ളതിന്റെ ച എഴുതി കഴിഞ്ഞോ? വെരി ഗുഡ്. അടുത്ത ലാസ്റ്റ് ഒരു ലെറ്റർ കൂടി അതിൽ ചവർഗത്തിൽ നമുക്ക് പഠിക്കാനുള്ളൂ. എന്താണ്? ഞ, ഞണ്ട്, ഞാറ് എന്നൊക്കെ എഴുതുന്ന ഞ അല്ലെ? ഞാ എന്ന അക്ഷരം എങ്ങനെ എഴുതും? നോക്കിയേ. ഞാ എന്ന അക്ഷരം എഴുതാൻ എന്താ ചെയ്യേണ്ടത് അറിയോ? ആദ്യം നമ്മൾ എ എന്ന ചിഹ്നം പഠിച്ചിട്ടുണ്ട്. ഞാവൽപ്പഴം. വെരി ഗുഡ്. ഞണ്ട്, 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 വെരി ഗുഡ്. ഇതാ എ ചിഹ്നം പഠിച്ചിട്ടുണ്ടല്ലേ നമ്മള്? എ ചിഹ്നം പഠിച്ചെടുക്കുന്നത് എന്ത് ചെയ്യണം? താഴെ എഴുതണം. എ എഴുതിയിട്ട് താഴെ കൂടെ എഴുതിയാൽ അതിന്റെ കൂടെ. സോറി, അത് മിസ് എഴുതിയത് ഭംഗിയാണ്, അത് വൃത്തി എഴുതാം. എ ചിഹ്നം എഴുതി എന്നിട്ടോ താഴെ. ഈ ചിഹ്നത്തിന്റെ താ എന്ന് പറയുമ്പോൾ തികച്ചില്ല കേട്ടോ. അതാ ഇവിടുന്ന് മുതലേ താവാണ്. ഇങ്ങനെ എടുത്തു, ഇവിടെ വെച്ചു, ഇതിലേ എടുത്തു. ആ, ഇങ്ങനെ കിട്ടിയ. ഒന്നുകൂടി ഇതാ ഇതിന്റെ ഉള്ളിലേ എടുത്ത് ഇങ്ങനെ ഇട്ടു. ഞണ്ട്, ഞാറ്, ഞാവൽപ്പഴം. ഓക്കെ, കിട്ടിയോ? ഇങ്ങനെ എഴുതി കിട്ടിയോ? ഓക്കെ ഹർഷാൽ, വെരി ഗുഡ്. ഹർഷാൽ എഴുതി, മാനവ് എഴുതി, സായിക്ക് എഴുതി, ദന്ദേവ് എഴുതി, ദിയ എഴുതി, റിഷാൻ എഴുതി, ഫാത്തിമായം എഴുതി, അടുത്ത സയാൻ എഴുതി, നിഹാൻ, നിഹാന വെരി സോ സ്ലേറ്റ്. മടുത്ത നിഹാരനെ ഞാൻ കണ്ടിട്ടേ ഉള്ളൂ. ഗായത്രി, ഗായത്രി പേര്. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ 5 അക്ഷരങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? കുറച്ച് അധികമായി പോയി. 5 അക്ഷരങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇതൊക്കെ ച, ഛ, ജ, ഛ, ഞ. ച ചിരവ, ഛ ഛായ, ജ ജനൽ, ഛ ചഷം, ഞ ഞാറ്. അപ്പോ ഇതിന്റെ അടിയിലുള്ള വേർഡ്സ് നിങ്ങൾ ആ ഡോട്ട് കംപ്ലീറ്റ് ചെയ്യണം. ചിരവ ഡോട്ടിന്റെ മുകളിലേ എഴുതുക. നെക്സ്റ്റ് ചായ അതേപോലെ എഴുതുക, പെൻസിൽ എടുത്തിട്ട് മറ്റ് അല്ലേ? നെക്സ്റ്റ് ജനൽ, ചഷം, ഞാറ് അതെന്ത് ചെയ്യണം? നിങ്ങള് അതിന്റെ മുകളിലേ എഴുതണം അല്ലെ? അതേപോലെ എന്ത് ചെയ്യണം? ഗായത്രി, why are you late? എന്ത് പറ്റി ലേറ്റ് ആയത്? നെറ്റ് പ്രോബ്ലം ഉണ്ടായിരുന്നു. ഓ അതെല്ലേ. ഓക്കെ, നമ്മള് അക്ഷരങ്ങൾ ചവർഗങ്ങൾ പഠിച്ചു. ചാച്ച, ജാച്ച, ഞ. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? നന്നായിട്ട് ഇന്ന് നമ്മൾ എഴുതിയ 5 അക്ഷരങ്ങളുണ്ട്. അതുകൊണ്ട് എന്റെ മക്കൾ നല്ലപോലെ എഴുതി പഠിക്കണേ, അല്ലെങ്കിൽ മറന്നു പോവും. അപ്പൊ എഴുതുമ്പോ ഇനി എങ്ങനെ എഴുതണ്ടേ? നമ്മള് കാക്ക, കാക്ക, ചാച്ച, ജാച്ച, ഞ. അത് 5 എഴുതണം, ഇത് 5 എഴുതണം അല്ലേ? 10 എഴുതണം. കാ മുതൽ തന്നെ നമ്മള് സ്റ്റാർട്ട് ചെയ്തണം. അപ്പൊ ആദ്യത്തെ ലൈനില് ക, ഖ, ഗ, ഖ, ങ. നെക്സ്റ്റ് ലൈനില് ച, ഛ, ജ, ഛ, ഞ. നമുക്കൊന്ന് എഴുതി നോക്കിയാലോ? ഓക്കെ, ക മറന്നുപോയോ? ഇന്നലെ നമ്മൾ പഠിച്ചത് ഖ. നെക്സ്റ്റ്, ഓക്കെ വെരി ഗുഡ്. വേഗം എഴുതിയേ. ഖ ഘടികാരം, ങ തേങ്ങ. നെക്സ്റ്റ് വൺ ച, ച
ചിരവ. അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന മറന്നുപോയില്ല കേട്ടോ. ചായ, ജനൽ, ചഷം, ഫാത്തിമ വേഗം എഴുതേ. 10,000 ചഷം, ഞാറ്. ഓക്കെ, അപ്പൊ നമ്മള് കവർഗങ്ങളും പഠിച്ചു, ചവർഗങ്ങളും പഠിച്ചു. വ്യഞ്ജനാക്ഷരങ്ങളില് ക, ഖ, ഗ, ഘ, ങ. നെക്സ്റ്റ് ച, ഛ, ജ, ഛ, ഞ. ഓക്കെ, ക കരടി, ഖ നഖം, ഗ ഗദ, ഘ ഘടികാരം, ങ തേങ്ങ. അടുത്തത് ച ചിരവ, ഛ ഛായ, ജ ജനൽ, ഛ ചഷം, ഞ ഞാ